ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാല് മടങ്ങി വീണ ശ്രീകല അവിടെ വേദന എടുത്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അവിടെ ഉദയഭാനു വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതാണ് പതുക്കെ നടന്നു വരാൻ, നിൻ്റെ വെപ്രാളം കാരണം നിനക്ക് കിട്ടിയല്ലോ. എനിക്ക് കൈ വയ്യ, ഇപ്പോൾ നിനക്ക് കാല് വയ്യാതാക്കി വെച്ചോ. എൻ്റെ പൊന്നു മനുഷ്യ, ഞാൻ ഈ ഓടി വന്നാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ പെട്ടെന്ന് പോകണം, ഇല്ലെങ്കിൽ ആ ദേവിയെ നമ്മളെ കൂടെ പറഞ്ഞയക്കും ആനന്ദ്. അതുകൊണ്ടാണ് ഞാൻ ഈ വെപ്രാളം കാണിച്ചത്. എന്നിട്ട് എന്തായി? അപ്പോൾ ദേവി ഓടിക്കൊണ്ട് വരികയാണ് കേട്ടോ. എന്താ അമ്മേ, എന്താ ഇത്? എടി, നിൻ്റെ അമ്മയുടെ കാല് മടങ്ങി, ഇതേ ഉളിക്കിതാ ഇരിക്കാൻ പറ്റാതെ. ഓ, ഈ അമ്മയുടെ അച്ഛൻ്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു. എന്തൊക്കെയാണ് നിങ്ങളിവിടെ കാണിച്ച് വെക്കുന്നത്? ഇതും കണ്ടും കൊണ്ട് ചിരിച്ചും കൊണ്ട് ആനന്ദ് അങ്ങോട്ട് വരുക. ആ കൊള്ളാം, നന്നായിട്ടുണ്ട്, അങ്ങനെ തന്നെ വേണം. പിന്നെ ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു, ദേവിയെ ഇവിടുന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കുമ്പോൾ എൻ്റെ അച്ഛനോടും അമ്മയോടും കൂടപ്പിറപ്പുകളോടും ഞാൻ എന്ത് കള്ളത്തരം പറയണമെന്ന്. പക്ഷേ അതിന് ദൈവമായിട്ടൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്. സമാധാനമായി. ഇനിയിപ്പോൾ അച്ഛനെ അമ്മയെ നോക്കാനായിട്ട് വീട്ടിലൊരാൾ വേണമല്ലോ. അതുകൊണ്ട് ദേവി നേരെ അങ്ങോട്ട് പോകുന്നതാണ് നല്ലത്. അല്ല മോനെ, അത് മിണ്ടരുത്, ഒറ്റ അക്ഷരം വേണ്ടി പോരുത്. കല്യാണത്തിന് പോലും വരാൻ ഞാൻ അനുവാദം തന്നിട്ടില്ല. എന്നിട്ടും ഒളിച്ചും പാത്തും പതുങ്ങിയൊക്കെ വന്നിട്ട് ഇവിടെ കാട്ടിക്കുട്ടിയതൊക്കെ എന്നെ കൊണ്ട് ഒന്നേന്ന് പറയിപ്പിക്കരുത്. ഇതെല്ലാം കഴിഞ്ഞ് മോളെ വിളിച്ചുകൊണ്ട് പൊക്കോളോന്ന് ഞാൻ പറഞ്ഞു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഓടിയെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്കിത് കിട്ടിയത്. അതുകൊണ്ടൊരു കാര്യം ചെയ്തോ, മോളുടെ ബാഗും എല്ലാം പാക്ക് ചെയ്ത് കാറിൽ വെച്ചിട്ടുണ്ട്. അതിക്കറി നേരെ അങ്ങ് സ്ഥലം വിട്ടോ. ഒറ്റ അക്ഷരം എന്നോട് സംസാരിക്കാൻ വന്നേക്കരുത്. അപ്പോൾ ദേവി ആനന്ദേട്ടാന്ന് വിളിക്കുന്നുണ്ട്. മിണ്ടുന്നില്ല, മൈൻഡും ചെയ്യുന്നില്ല. ആണെന്തൊരു പോക്ക് പോവാട്ടോ. അങ്ങനെ ദേവിക്ക് അവരുടെ കൂടെ തന്നെ പോവേണ്ടി വരുവാണ്. അതെല്ലാം കഴിഞ്ഞ് ബാലൻ അവിടെ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഗോമതി വരുവാണല്ലോ. ഗോമതിയും ബാലനും കൂടെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഗോമതി പറയണ്ട, ബാലേട്ടാ നമുക്ക് തിരിച്ചു പോയാലോ? ഇനി ഇവിടെ നിൽക്കണോ? അത് പാടില്ല ഗോമതി, നമുക്ക് ധർമ്മൻ്റെ വിവാഹത്തിന് സദ്യ കഴിക്കണ്ടേ? എന്തിനാ ബാലേട്ടാ ഇത്രയൊക്കെ നമ്മളെ നാണം കെടുത്തിയിട്ട് ഇനി ഈ സദ്യ കഴിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കണോ? അങ്ങനെയല്ല, നമ്മുടെ മക്കളാണെങ്കിലും അവരുടെ വിവാഹം നമ്മൾ നടത്തി കഴിയുമ്പോൾ ആ സദ്യ കൂടെ കഴിച്ച് കഴിയുമ്പോഴാണല്ലോ അത് പൂർണ്ണമാകുന്നത്. ധർമ്മൻ നമ്മുടെ മോനല്ലേ. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അത് കഴിച്ച് തന്നെ പോകണം. നമുക്ക് കഴിക്കണം, കഴിച്ചിട്ട് പോയാൽ മതി. അങ്ങനെ സദ്യ ഉണ്ണാൻ വേണ്ടി അവർ അകത്ത് കയറാട്ടോ. പക്ഷേ അവർ കഴിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ കുറേ ഭിക്ഷക്കാർ വന്നിട്ടുണ്ട്. സദ്യ കിട്ടുമോ, എന്തെങ്കിലും ആഹാരം കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ബാലൻ തന്നെയാണ് അവരെ പറഞ്ഞ് അകത്ത് ആഹാരമുണ്ട്, ചെന്ന് കഴിച്ചോളൂന്ന്. അങ്ങനെ അവർ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരറ്റത്തിരുന്നാണ് ഇവരും കഴിക്കുന്നത് കേട്ടോ. ആ സമയത്ത് ബാലൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. കാരണം വീണ്ടും വീണ്ടും ആ ആനന്ദനും അച്യുതനും കൂടെ മണ്ഡപത്തിൽ നിന്ന് പറയുന്നില്ലേ, ഇറങ്ങിപ്പൊക്കോളാൻ, ബാലൻ ഇല്ലെങ്കിൽ മാത്രമേ വിവാഹം നടത്തുള്ളൂ. അത് ഓർത്ത് ബാലനിങ്ങനെ കണ്ണ് നിറഞ്ഞൊഴുകുക കേട്ടോ. എന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഓരോ വായെടുത്ത് ഇങ്ങനെ വെക്കുമ്പോഴും കണ്ണീര് വീണുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നന്ദൻ അങ്ങോട്ട് വരുവാണ്. എന്നിട്ട് പറയണ്ട, എന്തിനാ ബാലേട്ടാ കരയുന്നത്? കണ്ണ് നിറഞ്ഞ് ഭക്ഷണം കഴിക്കാമോ? ഭക്ഷണത്തിന് മുന്നിൽ ഒരിക്കലും കണ്ണ് നിറയരുത്. അല്ല, അത് സാരമില്ലെന്നേ, ഒക്കെ ശരിയാവും. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് അവിടെ കണ്ണ് നിൽക്കുന്ന സമയത്ത് ഗോമതി പറയാണ്, എൻ്റെ ഗുരുവായൂരപ്പ, എന്നാലും നീ ഞങ്ങളെ ഇത്രത്തോളം പരീക്ഷിച്ചല്ലോ. നമ്മുടെ ധർമ്മൻ്റെ കല്യാണത്തിന് വേണ്ടി എത്ര കാത്തിരുന്നതാ. ഇവിടം വരെ എത്തിച്ചിട്ട് അവസാനം ഒരു അനാഥരെ പോലെ ഭിക്ഷ യാചിക്കും പോലെ ഭിക്ഷക്കാരുടെ ഒപ്പം കഴിക്കേണ്ട ഒരു ഗതികേട് നീ ഞങ്ങൾക്ക് വരുത്തിയല്ലോ. ഞങ്ങൾക്ക് ആരും ഇല്ലാതാക്കിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കണ്ണം പറയണ്ട, ആര് പറഞ്ഞു ആരുമില്ലെന്ന്? ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങളുടെ കൂടെ ഇല്ലേ? ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ലേ? പിന്നെന്താ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒറ്റയ്ക്കിരിക്കണ്ട, ഞാനും കൂടെ ഇരിക്കാം. അങ്ങനെ കണ്ണൻ തന്നെ അവിടെ ഒരു ഇലയൊക്കെ ഇട്ട് അതിൽ വിളമ്പാണ് ചോറ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ആ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ണൻ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു കഥ പറയുന്നുണ്ട്. ബാലേട്ടാ, ഞാൻ നിങ്ങളോട് ഒരു കഥ പറയട്ടെ, അത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമാധാനമാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരു ഭക്തൻ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കും. എന്നിട്ട് എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ എപ്പോഴും പറയുമ്പോൾ ഭഗവാൻ പറഞ്ഞിരുന്നു, നീ നടക്കുമ്പോൾ നിന്നെ മുന്നിൽ 4 പാടുകൾ കാണും. അതിൽ 2 നിൻ്റേതും 2 എൻ്റേതുമാണ്. അപ്പോൾ നിൻ്റെ കൂടെ ഭഗവാൻ ഇല്ലാന്ന് ആര് പറഞ്ഞു? ഭഗവാനുണ്ട്. അങ്ങനെയായിരുന്നു ഒരു ദിവസം ഇയാൾ തന്നെ, ഈ ഭക്തൻ പറഞ്ഞു അത്രയും, അതെ ഗുരുവായൂരപ്പ, എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്ന സമയത്തും പണം ഉണ്ടായിരുന്ന സമയത്തും 4 കാലുകൾ ഞാൻ മുന്നിൽ കാണുമായിരുന്നു. അതേസമയം ഒത്തിരി സങ്കടവും കഷ്ടപ്പാടും ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് 2 കാലല്ലേ കാണാൻ പറ്റുള്ളൂ. ഭഗവാന്റെ 2 കാലുകൾ ഞാൻ കണ്ടിട്ടേ ഇല്ല. എൻ്റെ കൂടെ ഭഗവാൻ ഇല്ലായിരുന്നോ? അപ്പോൾ ഭഗവാൻ തിരിച്ച് മറുപടി കൊടുത്തിരുന്നു, അങ്ങനെയല്ല, നിനക്ക് കഷ്ടപ്പാടുണ്ടായിരുന്ന സമയത്ത് നീ കണ്ട ആ 2 കാലുകൾ അത് ഭഗവാൻ്റെതാണ്, നിൻ്റെ കാൽപാദങ്ങളല്ല. നിന്നെ ഭഗവാൻ ശരിക്കും ചുമന്ന് നടക്കായിരുന്നു, അതുകൊണ്ടാണ് കാണാത്തത്. അപ്പോൾ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല, എല്ലാവരുടെ കൂടെ ഉണ്ടാവും. ഈ കഥ കേൾക്കുമ്പോൾ തന്നെ ബാലനും ഗോമതിക്കും കൂടെ അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് ആശ്വാസമാവാണ് കേട്ടോ ഈ സങ്കടത്തിൻ്റെ ഇടയിൽ. എന്നിട്ട് ബാലനോട് പറഞ്ഞിട്ട്, ഒന്നുകൊണ്ട് വിഷമിക്കണം, നിങ്ങൾ ഈ ഭക്ഷണം കഴിക്കൂ എന്നും പറഞ്ഞ് ഭഗവാൻ എടുത്തു വെച്ച് ആ ചോറിൽ നിന്നും ഓരോ പിടി 2 പേർക്കും കൊടുക്കുകയാണ്. അവർ 2 പേരും അത് കഴിക്കുകയും ചെയ്യാണ്. സമാധാനമായിട്ടിരിക്കണം, വിഷമിക്കരുത്. പിന്നെ
നല്ലത് എന്തോ വരാനിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അതൊന്നും കാര്യമാക്കരുത്. ഒരു വലിയൊരു മരത്തിൽ നിന്നും ഒരു ഇല കൊഴിഞ്ഞു വീണു എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കാൻ? ഒന്നും സംഭവിക്കില്ല. പുതിയ തിളിർത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ബാലനും ഗോമതിക്കും ഒരു ഭയങ്കര സന്തോഷം മനസ്സിന്. അങ്ങനെ അവർ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ മുഹൂർത്ത കാര്യങ്ങളും സമയമൊക്കെ ആവുകയാണല്ലോ. ആ സമയത്ത് ഇനിയിപ്പോൾ തിരിച്ച് പോയല്ലേ പറ്റുള്ളൂ. അതിനു വേണ്ടി എല്ലാവരും തയ്യാറെടുക്കുകയാണ്. ധർമ്മനെയും പെണ്ണിനെയും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പെണ്ണിൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്ന് യാത്ര പറയാണ്. മോളെ സന്തോഷമായിട്ട് ഇരിക്കണം. അങ്ങനെ ആ യാത്ര പറഞ്ഞ് പോകുന്ന സമയത്ത് ആര്യൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുക. അപ്പോൾ ഗോമതിയും ബാലനും കൂടെ അവിടെ നിന്ന് ഇതൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലേട്ടൻ്റെ കൂടെ യാത്ര പറയാൻ വേണ്ടിയിട്ട് ധർമ്മനും എത്തിയും വലിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അവരെ അങ്ങോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ബാലൻ ഗോമതി പറഞ്ഞു, ബാലട്ടൻ നമുക്കും പോയാലോ, അവർ കാറിൽ കയറി പോയല്ലോ. അപ്പോൾ തന്നെ ആര്യൻ ഓടി വന്നിട്ടും ആര്യനും പറയുന്നുണ്ട്, അച്ഛാ പോണ്ടേന്ന്. വേണ്ട മോനെ, നിങ്ങൾ ആദ്യം ചെല്ലൂ, അതാ നല്ലത്. ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ തിരിച്ചു പോകുമ്പോൾ എനിക്കത് ഓർക്കാൻ പറ്റണില്ല. എനിക്ക് ആരും ഇല്ല എന്നുള്ളൊരു അങ്ങനെയൊന്നും പറയില്ല അച്ഛാ, ഞങ്ങളെല്ലാവരും ഇല്ലേ. ഇങ്ങനെ നമ്മുടെ ധർമ്മൻ മാമൻ്റെ കാര്യമില്ലേ, നമുക്കത് പോകണം, തിരിച്ചു പോകണം. അച്ഛാ ഇത് വിഷമിക്കല്ലേ എന്ന് വീണ്ടും ആര്യം പറയാം. ഞാൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല മോനെ, നിങ്ങൾ ചെല്ല്, നിങ്ങൾ ധർമ്മൻ്റെ കൂടെ ഉണ്ടാവണം. അച്ഛൻ നിങ്ങളിവിടെ നിർത്തിയിട്ട് ഞങ്ങൾ പോകുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? പോകണം, പോയേ പറ്റുള്ളൂ. പിന്നെ എല്ലാത്തിനും നിങ്ങൾ അങ്ങനെ ഒഴിഞ്ഞു മാറരുത്. ഞാനും അങ്ങനെ പേടിച്ചൊന്നും ഒഴിഞ്ഞു മാറുന്നതല്ല. കുറച്ച് നേരത്തെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ മാറി നിൽക്കണമെന്നേ ഉള്ളൂ. ചെല്ല്, നിങ്ങൾ പോക്കോ. അങ്ങനെ ആദ്യം അവരെ തന്നെയാണ് പറഞ്ഞു വിടുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ആകാശം, ആനന്ദും അതുപോലെ നമ്മുടെ ആര്യനും കൂടെ പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് തന്നെ കാറിലിരുന്ന് തൊട്ട് പിറകിലേക്ക് ഗ്ലാസ്സിൽ കൂടെ നോക്കുമ്പോൾ തന്നെ കണ്ണനെ കാണുവാട്ടോ നമ്മുടെ ആര്യൻ ഞങ്ങൾ ക്ലാസ്സിലേക്ക് നോക്കുമ്പോൾ കണ്ണൻ്റെ ഗുരുവായൂരപ്പൻ്റെ അതേ രൂപത്തിൽ ആ വന്നു നിന്ന ആൾ, നന്ദൻ എന്ന് പറഞ്ഞ ആളിൻ്റെ മുഖച്ചായയും ഗുരുവായൂരപ്പൻ്റെ രൂപത്തിലൊരാളെ ക്ലാസ്സിൽ കൂടെ കാണുക. അവിടെ നിന്ന് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട് കേട്ടോ, ടാറ്റ പറയും പോലെ. പെട്ടെന്ന് തന്നെ ആര്യൻ അവിടെ നിന്ന് വണ്ടി നിർത്തുമെന്ന് പറയുകയാണ് കേട്ടോ. എന്താണ് കാര്യം? വണ്ടി നിർത്താൻ. അങ്ങനെ വണ്ടി നിർത്തി ആര്യൻ അവിടെ നിന്ന് പുറകോട്ട് ഇറങ്ങി ഓടുവാണ്. ഇവർ പുറകെ ഓടുന്നുണ്ട് കേട്ടോ, ആനന്ദും ആകാശം. എന്താടാ സംഭവിച്ചത്? എന്താ സംഭവിച്ചെന്നോ? ദേ ഞാൻ ഗുരുവായൂരപ്പനെ നേരിൽ കണ്ടു കേട്ടാന്ന് പറയും. കണ്ടോ? നീ എന്തൊക്കെയാ പറ? സത്യം, അവിടെ നന്ദനായിട്ട് നിന്നില്ലേ? അയാൾ ശരിക്കും നന്ദനല്ല, അയാൾ ശരിക്കൊരു ഗുരുവായൂരപ്പനാണ്. നിനക്കിങ്ങനെ അതേ രൂപം ഞാനിപ്പോൾ എൻ്റെ കണ്ണിൽ കണ്ടു. ദേ ഇവിടെ വന്ന് നോക്കുമ്പോൾ കാണുന്നില്ല. സത്യം, അദ്ദേഹം നമ്മളെ കൂടെ തുടക്കം മുതൽ അവസാനം വരെ എല്ലാത്തിനും ഉണ്ടായിരുന്നില്ലേ? അത് ശരിക്കും ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാവാനാ എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ ആരും പറയുമ്പോൾ, അപ്പോൾ ആനന്ദും ആകാശമോ ശരിയാ, അങ്ങനെ ആയിരിക്കും. ഭഗവാൻ പല രൂപത്തിലും വരുമെന്നല്ലേ. എന്തായാലും നമ്മുടെ ധർമ്മമാമൻ്റെ കല്യാണം ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ അവസാനിച്ചല്ലോ. എന്തായാലും വിവാഹം നടന്നല്ലോ. അതിനെ സഹായിച്ചത് ഈ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം തന്നെയായിരിക്കും എന്നിങ്ങനെ പറയാട്ടോ. എന്നിട്ട് ആര്യനോട് തിരിച്ച് അവർ വിളിച്ചുകൊണ്ട് പോവെങ്കിലും ആര്യന് വിശ്വാസം ആവുന്നില്ല. കണ്ണിൽ കണ്ടതിൻ്റെ ആ സന്തോഷം അങ്ങോട്ട് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. അങ്ങനെ ആനന്ദും ആകാശം കൂടെ നിർബന്ധിച്ച് ആര്യനെ വിളിച്ചുകൊണ്ട് പോവാണ്. നമുക്ക് പോവാം എന്നും പറഞ്ഞ് അങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോഴാണെങ്കിലും അപ്പുറത്ത് ഉള്ളവരെല്ലാവരും കാറിൽ അവിടെ വന്ന് നിൽപ്പുണ്ട്. കാറിൽ നിന്ന് വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഇവിടെ അച്യുതനും ആനന്ദനും കൂടെ വലിയ ഗമയിൽ അങ്ങനെ അങ്ങ് നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് മറ്റുള്ളവരൊക്കെ ഇപ്പുറത്ത് നിൽപ്പുണ്ട്. പിന്നെ വിളക്കൊക്കെ കൊടുത്ത് ധർമ്മനെയും പെണ്ണിനെയും അകത്തേക്ക് കയറ്റണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് അകത്ത് പോവാം എന്നും പറഞ്ഞാണ് ബാലനും കുടുംബക്കാരൊക്കെ അവിടെ നിൽക്കുന്നത്. അച്യുതനല്ലേ ആള്? അച്യുതൻ്റെ വാ ചുമ്മാതിരിക്കും. അവിടെ നിന്ന് കുറച്ച് നേരം എല്ലാവരെയും നോക്കിയിട്ട് നിന്ന് പറയാം, എന്താടാ ബാല, നീ ബാലനോടല്ല കേട്ടോ, നമ്മുടെ ധർമ്മനോട് പറയാം, എടാ മോനെ, ഇതാ നിൻ്റെ വീട്, ഇനി അതല്ല എന്ന് പറഞ്ഞിട്ട് നിന്നെ ചതിക്കാൻ നോക്കിയവരെ ദേ അപ്പുറത്ത് നിൽപ്പുണ്ട്, അതല്ല നിൻ്റെ വീട്. അപ്പോൾ ആര്യന് ദേഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആര്യം പറയാം, ചതിക്കാൻ നോക്കിയോ? ആരാടോ ചതിക്കാൻ നോക്കിയത്? പിന്നെ ചതിക്കാൻ നോക്കിയത് ആരാന്നൊക്കെ ഞങ്ങൾക്കും അറിയാം കേട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആര്യനിവിടെ വഴക്കുണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലൻ പറഞ്ഞിട്ടുണ്ട്, ആര്യ, ആനന്ദേ, വഴക്കൊന്നും ഉണ്ടാക്കരുത്, നിങ്ങൾ മാറിപ്പോക്കോ, അകത്തേക്ക് കയറിപ്പോ. പിന്നെ അവനൊക്കെ പേടിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഞാൻ മിണ്ടാതിരിക്കുന്നത് വെറുതെ അല്ല. പിന്നെ നിൻ്റെയൊക്കെ ഗോമതി സ്റ്റോർ അത് വളർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ധർമ്മൻ്റെ ജീവിതം അങ്ങ് ഒഴിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചു അല്ലേ? ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് കല്യാണം എന്ന് പറഞ്ഞ് ഓരോ നാടകം അങ്ങ് നടത്തും. എന്തിനാണ്? ധർമ്മനെ സൂചിപ്പിക്കാൻ വേണ്ടി. അത് കേട്ട് അവൻ അങ്ങ് നിന്നോളുമല്ലോ അവിടെ. എന്നിട്ടാണെങ്കിൽ ആ കല്യാണം അങ്ങ് പൊളിക്കുകയും ചെയ്യും. ആദ്യത്തതും അങ്ങനെയായി, രണ്ടാമത്തതും അങ്ങനെയായി. എന്നിട്ടേ ഇത്തവണത്തത് അത് നടന്നില്ല. ദേവമംഗലത്തുകാർ കണ്ടത് ഞങ്ങളിവിടെ മാനത്ത് കണ്ടു എന്നിങ്ങനെ പറയട്ടോ നമ്മുടെ അച്യുതൻ. ഇനി നമ്മുടെ അനിയനെ ഒരിക്കൽ കൂടെ നാണം കെടുത്താൻ ഞങ്ങളാരും സമ്മതിക്കത്തില്ല
ഇതെല്ലാം ഞങ്ങളങ്ങ് ഒതുക്കിയതാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അച്യുതൻ അങ്ങ് തകർക്കുകയാണ്. അപ്പോൾ ഇന്ദിരാമ്മ വന്ന് പറയാണ്, നിർത്ത്, മതി, ഇനി ഇവിടെ കിടന്ന് സംസാരമൊന്നും വേണ്ട, അച്യുത അകത്ത് കയറും. അപ്പോൾ ആര്യം പറയണ്ട, മുത്തശ്ശിയെ വിചാരിച്ചും ധർമ്മൻ മാമനെ വിചാരിച്ചും മാത്രം ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത്. ഉടനെ അനന്തം പറയുന്നുണ്ട്, ഞാനും മിണ്ടാതെ നിൽക്കുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് മിത്ര ഇങ്ങനെ നോക്കുക. കാരണം മിത്ര അവിടെ ആയിപ്പോയില്ലേ, അതുകൊണ്ടാണ് അനന്തം മിണ്ടാത്തതെന്നാണ് പറയണത്. അപ്പോൾ ആകാശം വിട്ടുകൊടുക്കില്ല. ആകാശ് പറയല്ലേ, നിങ്ങൾ അങ്ങനെ മിണ്ടാതിരിക്കേണ്ട, ആരെ മുഖം നോക്കണം, പറയാനുള്ളത് പറയാം, ഞങ്ങളും പറയാനുള്ളത് പറയും എന്നും പറഞ്ഞ് അവരങ്ങോട്ട് തുടങ്ങണം. അവസാനം ബാലൻ പറയണ്ട, മക്കളെ നിങ്ങളോടാ പറഞ്ഞേ ഇനി ഒറ്റ അക്ഷരം മിണ്ടരുതെന്ന്, അകത്തേക്ക് കയറിപ്പോ. അങ്ങനെ ബാലൻ 3 പേരെ വഴക്ക് പറയാം. അങ്ങനെ അവർ അകത്തേക്ക് കയറിപ്പോകുന്നു കേട്ടോ. അങ്ങനെ തന്നെ നമ്മുടെ നന്ദിത അകത്തേക്ക് പോയി നിലവിളക്കുമായിട്ട് വന്നിട്ട് നമ്മുടെ ധർമ്മനെയും ഭാര്യേനെയും ഒക്കെ ആ വിളക്ക് കൊടുത്ത് സന്തോഷത്തോടെ അകത്തേക്ക് സ്വീകരിച്ച് കൊണ്ട് പോകുന്നതിന് മുന്നേ അകത്ത് കയറുന്നതിന് നമ്മുടെ ധർമ്മൻ ഒരിക്കൽ കൂടെ അപ്പുറത്ത് എത്തി നോക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്നും കൊണ്ട് ഗോമതി ആ വിളക്ക് കയ്യിൽ ഇവിടെ വാങ്ങുമ്പോൾ തന്നെ ഗോമതി അവിടെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് നല്ലത് വരണേന്ന്. ഇതെല്ലാം ധർമ്മൻ കാണാൻ കേട്ടോ. ആ ഒരു സന്തോഷത്തിലാണ് ധർമ്മൻ ഭാര്യയുടെ കൈയും പിടിച്ച് അകത്തേക്ക് കിടക്കുന്നത് കേട്ടോ. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്